പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്തു വിശ്വസിക്കുന്നവന്? ആരെ വിശ്വസിക്കുന്നവന്? ആരിൽ വിശ്വസിക്കുന്നവന്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ തടവറയിലെ അത്ഭുതം. കാവൽക്കാരൻ: യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോ പറയുന്നു, നിത്യജീവന് ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:48. ഞാൻ ജീവന്റെ അപ്പമാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ ജീവന്റെ അപ്പമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. എനിക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തു ജീവന്റെ അപ്പമാണെന്ന്. 33 വർഷം ഈ ഭൂമിയിൽ മനുഷ്യനായി നടന്ന രക്ഷകൻ ജീവന്റെ അപ്പമാണെന്ന്. എനിക്ക് വേണ്ടി പീഡനങ്ങളേറ്റ യേശു, കുരിശു വഹിച്ച യേശു, കുരിശിൽ മരിച്ച യേശു ജീവന്റെ അപ്പമാണെന്ന്. അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിത്യം ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ജീവന്റെ അപ്പമാണെന്ന്. യേശു വിശ്വാസം മുഴുവൻ അതിലുണ്ട്. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തുടരുന്നു, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ദൈവമക്കളെ, മരണത്തെ എന്നും ഭയപ്പെടുന്ന മനുഷ്യൻ മരിക്കാതിരിക്കാൻ ഒറ്റമൂലി യേശുവാകുന്ന സ്വർഗീയ അപ്പം ഭക്ഷിക്കുക. വിശുദ്ധ ജോൺ വിയാനി പറഞ്ഞു, കുർബാന സ്വീകരണത്തിന് പോകാതിരിക്കുന്നത് ഉറവയുടെ അടുത്ത് ദാഹിച്ചു മരിക്കുന്നത് പോലെയാണ് എന്ന് ഈശോ ഉറപ്പു തരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.